ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോയിരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ് നമ്മൾ പോയേനെ. അതായത് നമുക്ക് വാട്ടർ മെട്രോയിൽ കയറാനാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ കുറേ വിദേശികളും അതേപോലെ ജോഡികളും അതേപോലെ ഇത് വാട്ടർ മെട്രോയിൽ കയറാനുള്ള ഫാമിലികൾ അങ്ങനെയൊക്കെ വന്ന് പോകുന്നൊരു ഇടമാണ്. അപ്പം നമ്മളത് കാണാനായിട്ട് ഇന്ന് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ആ ടിക്കറ്റ് എടുത്ത് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ. അത് ബസ്സിൽ കയറുന്ന പോലെയൊന്നുമല്ല. നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക, ക്യൂ നിന്ന് അവിടെ ഓരോരുത്തരുടെ പുറകിൽ നിൽക്കുന്നവരെ കയറ്റി വിടും. അപ്പോൾ ഫസ്റ്റ് ചെല്ലുന്നവർക്ക് സീറ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഇരുന്ന് ബാക്കി ചിലവർക്കൊന്നും ഇരിക്കാൻ സീറ്റ് കിട്ടിയെന്ന് വരില്ല. നമ്മളങ്ങനെ പോയോണ്ടിരുന്ന് അവിടെ ചെല്ലുമ്പോൾ നല്ല മഴയുണ്ട്. അതിനോടനുബന്ധിച്ച് അങ്ങനെ മെട്രോയിലേക്ക് കയറാനായിട്ട് നമ്മൾ പോകണം. AC-ന് ബോട്ട്. ഒത്തിരി ആൾക്കാർ നമ്മളെക്കാളും ഫസ്റ്റ് ഇങ്ങനെ ക്യൂവിൽ നിന്ന് അവർക്ക് സീറ്റ് കിട്ടി. അവരൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത്. നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് ചെല്ലുന്നവർക്ക് സീറ്റ് ഓൾറെഡി കിട്ടും. കാരണം നമ്മൾ ബോട്ടിൽ കയറി കുറേ വിദേശികളുണ്ട്, കണ്ടോ, നമുക്കതൊക്കെ കാണാം. പിന്നെ ബോട്ടിനകത്ത് കയറി കുറേ കാഴ്ചകളുണ്ട്. കപ്പലൊക്കെ വന്ന് കിടക്കുന്നത് കാണാനൊക്കെ പറ്റും. യാത്ര ചെയ്യുന്നത് കാണാം. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഓരോ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറണത്. ഇത് വേറെ യാത്രയ്ക്കുള്ള ബോട്ടാണത്. പോയി തിരിച്ചു വരുന്നതാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കണ്ടെയ്നറാണ്, ടെർമിനലായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ വിദേശ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കണ്ടെയ്നറിൽ നിന്ന് ഒപ്പിയെടുത്ത് മറ്റ് കപ്പലിലേക്ക് ബോട്ടിലേക്ക് ആക്കി നമ്മുടെ സ്ഥലത്തേക്ക് സ്പോട്ടിലേക്ക് എത്തിക്കുന്ന ഭാഗങ്ങളാണ് കണ്ടത്. ഇത് ജങ്കാറാണ്. ജങ്കാർ ഇപ്പുറത്തുനിന്ന് അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് വണ്ടികളെ കടത്തി വിടുന്നതാണ് ജങ്കാറ്. ഇത് ചീനവല, ചെമ്മീൻ, കൊഞ്ച് അങ്ങനെയുള്ള മീനുകളൊക്കെ പിടിക്കുന്ന ഭാഗമാണ് ചീനവലയിൽ നിന്ന് കിട്ടും. അത് ഇവിടെ ഫിഷിൻ്റെ അവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ച് ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ളൊരു സംഭവമാണത്. ഒത്തിരി ആൾക്കാർ മേടിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഫോർട്ട് കൊച്ചിയിലെത്തി. ഇനി നമുക്ക് അവിടെ നിന്ന് കുറേ കാഴ്ചകളുണ്ട്. ചീനവല കെട്ടണതും ചീനവല ചെയ്യണതും വല പൊക്കണതും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. തിരമാലവേന കാണാൻ പറ്റും. മീനുകൾ അവിടെ, കൊഞ്ച്, ചെമ്മീൻ, പിന്നെ കടൽ ചെമ്മീൻ, കായൽ ചെമ്മീൻ, ഞണ്ട്, പിന്നെ നീരാളി, അങ്ങനെയുള്ള പലവിധ തരത്തിലുള്ള മത്സ്യങ്ങളെയൊക്കെ നമുക്കിനി ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് കയറുമ്പോൾ നമുക്ക് ആ കാർഡ് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് വീണ്ടും അങ്ങോട്ട് കിടക്കണമെങ്കിൽ. സ്കാൻ ചെയ്ത് നമ്മളങ്ങോട്ട് കിടത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് സ്കാൻ ചെയ്തിട്ട് വേണം ബോട്ടിൽ കയറണമെങ്കിൽ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ. അങ്ങനെ ക്യൂലൊക്കെ നിന്നിങ്ങനെ നമ്മൾ അവിടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയി. കണ്ടോ, നമ്മൾ ഫസ്റ്റ് വിചാരിക്കുന്നത് എന്തിട്ടാണ് അവിടെ കമ്പികളിങ്ങനെ വെച്ചാണ്. പക്ഷെ അതിനെ ടച്ച് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് പോരാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ടാവും. കണ്ടോ, കപ്പൽ വന്ന് കിടക്കണ ഭാഗങ്ങളാണ്. അപ്പോൾ ഓരോന്ന് കണ്ട് നമ്മൾ ഈ കാണുന്നതാണ് കണ്ടെയ്നർ ടെർമിനൽ. കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഗൈസ്, നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നും നമ്മൾ തിരിച്ചെത്തി എറണാകുളം വാട്ടർ മെട്രോയുടെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത് കൊടുത്ത് തന്നെ തിരിച്ചെത്തി. ആ കാർഡ് നമ്മളവിടെ സ്കാൻ ചെയ്തു. നമ്മൾ തിരിച്ചു പോകാനുള്ള സെൻറ്റർ എത്തി. നമ്മളങ്ങനെ വീണ്ടും തിരിച്ചു പോകുന്നു. സ്കാൻ ചെയ്ത കൗണ്ടറിൽ അവർ നമ്മുടെ കാർഡ് അവിടെ മേടിച്ചു വയ്ക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.